നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഭാഗ്യം വർദ്ധിക്കാൻ ഉള്ള ടിപ്പുകളാണ് നമ്മൾ പൊതുവെ നമ്മുടെ വീഡിയോയിലെല്ലാം പറയുന്നത്. ഈ ചാനൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ആരാധനാലയത്തിൽ പോകണം നമ്മളുടെ ഭാഗ്യം പരമാവധി വർദ്ധിക്കാൻ? ഓക്കെ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പിന്നെ വേറെയൊക്കെ ഒരുപാട് പാർട്ടികളുണ്ട്. ഇവരെല്ലാവരും എല്ലാ പള്ളികളിലും എല്ലാ ക്ഷേത്രങ്ങളിലുമൊക്കെ പോകണം. ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം വരുന്ന ആരാധനാലയങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും സമയം കിട്ടുമ്പോൾ പോകണം. ഓക്കെ, അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഏറ്റവും മിനിമം ഒരു ദിവസം ഇവിടെ കൊല്ലത്തുണ്ടെങ്കിൽ ഇവിടെ ഗണപതി ക്ഷേത്രം, അതായത് കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തുള്ള, കളക്ട്രേറ്റിന് തെക്ക് വശത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ, മഹാഗണപതി ക്ഷേത്രം, അവിടെ ഗണപതി പ്രധാനപ്പെട്ട പ്രതിഷ്ഠ, അയ്യപ്പനുണ്ട്, പിന്നെ ശിവപ്രതിഷ്ഠയുണ്ട്, കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്, സർപ്പ പ്രതിഷ്ഠയുണ്ട്, നവഗ്രഹ പ്രതിഷ്ഠയുണ്ട്. ഓക്കെ, ദേവി അവിടെ ഇല്ല, അതൊരു പ്രധാനമാണ്. ഓക്കെ, ഗണപതി ക്ഷേത്രത്തിൽ പൊതുവെ ദേവി പ്രതിഷ്ഠ കാണാൻ സാധ്യത കുറവാണ്. മുഖ്യ പ്രതിഷ്ഠ ഗണപതിയായിട്ട് വരുന്ന ക്ഷേത്രത്തിൽ. ഓക്കെ, പിന്നെ ഞാൻ പോകുന്നത് കൃഷ്ണ ക്ഷേത്രമുണ്ട് ഇവിടെ തൊട്ടടുത്ത്. പിന്നെ ഞാൻ പോകുന്നത് ഇവിടെ അമ്മച്ചി വീട് ദേവീക്ഷേത്രമാണ്. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും രാമേശ്വരം, ഇവിടെ തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെയും ദേവിയില്ല. ശിവപാർവതി ക്ഷേത്രം പ്രധാനമായിട്ട് ഞാൻ പോകുന്നത് മണലിൽ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. ഇതെല്ലാം തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും എല്ലായിടത്തും എനിക്ക് പോകാൻ പറ്റത്തില്ല, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. എങ്കിലും 6 മണിക്കും 6:45 ഇടയിൽ ഗണപതി ക്ഷേത്രത്തിലും ഈ കൃഷ്ണക്ഷേത്രം പ്രത്യേകതയുള്ളതാണ്. അതായത് ഉടുപ്പി കൃഷ്ണൻ അമ്പലവുമായിട്ട് കണക്ഷനുള്ള, അവിടെ ഈ കന്നഡ ഭാഷ സംസാരിക്കുന്നവരാണ് ഈ പൂജാരിമാരൊക്കെ. അപ്പോൾ ഈ 2 ക്ഷേത്രത്തിൽ ഞാൻ മിനിമം പോയിരിക്കും. പിന്നെ അനന്തപുരീശ്വരം ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്. പക്ഷേ ഇത് നമ്മുടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം അവിടെ പൂജകളൊക്കെ നീളത്തിൽ ഉണ്ട്. അത് 6-നും 6:45 ഇടയ്ക്കാണ് നമ്മുടെ ഈ ക്ഷേത്ര ദർശനം. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ പോകേണ്ട ആരാധനാലയങ്ങൾ, ഞാൻ ഹിന്ദുവാണ്, പക്ഷേ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലുമെല്ലാം ഞാൻ പോകാറുണ്ട്. ദിവസം പോകാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഞാൻ പറയുന്ന സംഭവം ഇതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം വരുന്ന ആരാധനാലയങ്ങളിൽ, അത് ഏത് മതത്തിൻ്റെ ആയാലും നമ്മൾ പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റുകാൽ ക്ഷേത്രം, ഇടയ്ക്ക് ഞങ്ങൾ തിരുവനന്തപുരം ബേസ് ചെയ്ത് പോകാറുണ്ട്, വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. 1-2-3 മാസം കൂടുമ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം പോകാറുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ആറ്റുകാൽ ശ്രീപത്മനാഭ ക്ഷേത്രം,
കരിക്കകം ക്ഷേത്രം, പിന്നെ തമിഴ്നാട് ആ ഭാഗത്തുള്ള കുമാരകോവിൽ മുരുകക്ഷേത്രമാണ്. ഇതൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ആറ്റുകാലിലെ പൊങ്കാല ഞങ്ങൾ മുടക്കാറില്ല. എന്ന് പറയുമ്പോൾ ഭാര്യ പൊങ്കാല ഇട്ടിരിക്കും എല്ലാ വർഷവും. ഏകദേശം 30 വർഷമായിട്ട് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മനഃശാസ്ത്രം ഇതാണ്. ഇപ്പോൾ ഏറ്റവും ചെറിയ ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ പറയാം. അതായത് ഒറ്റയ്ക്ക് ഒരാൾ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കൈയടിച്ച് വിളിച്ചാൽ ചിലപ്പോൾ അയാൾ കേട്ടെന്ന് വരത്തില്ല, നിന്നൊന്നും വരത്തില്ല. അതായത് ഒരു 10,000 പേര് ഒരുമിച്ച് കൈയടിച്ചാലോ അവിടെ നിൽക്കും. അപ്പോൾ സമൂഹ പ്രാർത്ഥന, അതിനാണ് പ്രാധാന്യം. നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. മറിച്ച് സമൂഹമായിട്ട് പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് ഈ ആറ്റുകാൽ തന്നെ. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആ പൊങ്കാല അടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇതാണ്. പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ കാറ്റ് വട്ടം ചുറ്റി അടിക്കും. അത് ദേവിയുടെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം അവിടെ പൊങ്കാല ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ പോയിരിക്കണം. മുസ്ലിങ്ങളുടെ പെരുന്നാൾ വരുന്ന ദിവസം പള്ളികളിൽ പോകാൻ ശ്രമിക്കുക, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, സമൂഹമായിട്ടുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. അതിൽ നമ്മൾ പങ്കാളികളാവും. പറ്റുമെങ്കിൽ കുടുംബത്തോടെ തന്നെ നമ്മൾ പോവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹ പ്രാർത്ഥന നടക്കുമ്പോഴാണ് ഈശ്വരനെ കൂടുതൽ നമ്മളെ ഈശ്വരൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാകുന്നത് ഈ സമൂഹ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നിരവധി പള്ളികളും മറ്റുമൊക്കെ ഉണ്ട്. അവിടെ എല്ലാം തന്നെ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കുടുംബത്തോടെ പങ്കെടുക്കുക. പ്രായോഗികമായിട്ട് എല്ലാം ഇപ്പോഴും നടക്കത്തില്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നു, നമ്മളൊരു കൈ വെക്കുക. തൃശ്ശൂരത്ത് എന്ന് പറയുമ്പോൾ എല്ലാ മതക്കാരും എല്ലാം വരുന്നതാണ്. അപ്പോൾ അവിടെ സമൂഹ പ്രാർത്ഥനയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ നിരവധി മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം തന്നെ പെരുന്നാളുകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ കുടുംബത്തോട് തന്നെ. അതായത് സംഭവം ഇതേ ഉള്ളൂ, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്രത്തോളം ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. കൂട്ടത്തോടെ നിവേദനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുക്കെ തന്നെ ഒറ്റയ്ക്കൊരാൾ എന്ന് നിവേദനം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അവർ ശ്രദ്ധിക്കാനാണ്. അതേസമയം ഇപ്പം നടക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ മറുപടിയൊക്കെ പറയേണ്ടി വരികയാണ്. ഓക്കെ, കാരണം ഒറ്റയ്ക്കല്ല സമരം നടത്തുന്നത്, ഏതാണ്ട് ഇന്ത്യയിലെ ഉടനീളം അത് പടർന്നു പിടിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാക്കിൽ നമ്മൾ ചിന്തിക്കുക, സമൂഹത്തോടെ പ്രാർത്ഥിക്കുക. അതായത് ബേസിക്കായിട്ട് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം വരുന്ന ക്ഷേത്രങ്ങളിലും പള്ളികളിലും പെരുന്നാളുകളിലും ഒക്കെ നമ്മൾ പങ്കെടുക്കാൻ പോവുക. ഇനിയിപ്പോൾ അടുത്ത 1-2 മാസം, സെപ്റ്റംബർ ഓണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ മാത്രം അയോധ്യ, കാശി ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞതൊക്കെ എനിക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റുകൾ ഉണ്ടായിട്ട് ഇതൊന്നും നടക്കത്തില്ല.
4-5 ദിവസം ഒരുമിച്ച് മാറിയിരിക്കുക എന്ന് പറയാൻ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശസ്തമായിട്ടുള്ള ആരാധനാലയങ്ങൾ, അത് ക്ഷേത്രമായാലും പള്ളികളായാലും നമ്മൾ പോവുക, പറ്റുമെങ്കിൽ കുടുംബത്തോടെ പോവുക. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് രാമേശ്വരം, അതായത് തമിഴ്നാടിൻ്റെ അങ്ങേ അറ്റത്തുള്ള ക്ഷേത്രമാണ് രാമേശ്വരം. അപ്പോൾ അവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. സീതാദേവി പ്രതിഷ്ഠിച്ച ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. അതായത് ശിവക്ഷേത്രമാണത്. ഓക്കെ, അവിടെ പോയി ബലിയിട്ട് 22 തീർത്ഥക്കിണറിൽ കുളിക്കാം. അതിപ്പോൾ കാശ് ചിലവാണ്. കാര്യം അവിടുത്തെ ഈ ഏജൻറ്റുമാരുകളുണ്ട്. ഈ ഏജൻറ്റുമാരെ ഒഴിവാക്കി അവിടെ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് അവർ ചോദിക്കുക, ഇപ്പോൾ ഓരോ സീസണിലും ഓരോ റേറ്റാണ് അവർ നിശ്ചയിക്കുന്നത്. അത് ചോദിക്കുന്നതൊന്നും കൊടുക്കുക. 300, 500, 1000, 2000 ഒക്കെ ചോദിക്കുന്ന സമയമൊക്കെ ഉണ്ട്. അവരുടെ ഈ ഏജൻറ്റുമാർ കള്ളന്മാരാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ സംഭവം അവരുടെ സഹായമില്ലാതെ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ രാമേശ്വരത്ത് അതായത് രാമേശ്വരത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ്. ഒന്നാമത് ശിവക്ഷേത്രമാണ്. ഓക്കെ, ശിവൻ്റെ രീതി എങ്ങനെയാണ്? അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് കാര്യം നടക്കും. ഗുരുവാരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിവേദനമൊക്കെ കുറേ തട്ടിക്കളിച്ചിട്ട് ഗുരുവാരപ്പം നമുക്ക് സംഭവം തരത്തുള്ളൂ. പക്ഷെ തരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തരും. ഓക്കെ, അത് വേറെ കാര്യം. എന്നാൽ തന്നെ ഈ രാമേശ്വരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്, നമ്മൾ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും നടക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് കാര്യം നടക്കും. നമ്മൾ ആത്മാർത്ഥതയോടാണ് പോയി പ്രാർത്ഥിച്ച് 22 തീർത്ഥക്കിണറിൽ കുളിച്ച് വരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, 100% ഉറപ്പാണ് ഏത് നടക്കാത്ത കാര്യവും നടന്നിരിക്കും. അവിടെ ആൾക്കൂട്ടം എന്താണ്? ആൾക്കൂട്ടം എങ്ങനെയുള്ളതാണ്? അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. അപൂർവം ചില സമയത്ത് തിരക്ക് കുറവായിരിക്കും. എന്തായാലും എൻ്റെ അനുഭവം ഇതാണ്. ഞാനും എൻ്റെ ഭാര്യയും മകനും, ചെറിയ കുടുംബമാണ്, അണു കുടുംബമാണ്. ഞങ്ങൾ എൻ്റെ മകൻ്റെ വിവാഹത്തിന് ഞങ്ങൾ ഏകദേശം 3 വർഷം തല കുത്തി നിന്ന് ശ്രമിച്ചു, നടന്നില്ല. അത് തന്നെ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടെങ്കിൽ അങ്ങ് പോകാമെന്ന് വിചാരിക്കാനൊന്നും പറ്റത്തില്ല, അതൊന്നും നടക്കത്തില്ല. അത് അവിടെ നിങ്ങളുടെ നിവേദനം സ്വീകരിക്കാൻ അവിടെ ശിവഭഗവാൻ റെഡി ആയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ 3 തവണ ശ്രമിച്ചതിന് ശേഷമാണ്, ആദ്യം 1 തവണ ശ്രമിച്ചു, നടന്നില്ല. പെട്ടെന്ന് മോന് ലീവ് സാങ്ഷൻ കിട്ടിയില്ല. ആദ്യം ലീവ് സാങ്ഷൻ കിട്ടിയെങ്കിലും പിന്നെ അവൻ്റെ ബ്രിട്ടീഷ് കമ്പനിയാണ്, അപ്പോൾ സാഹിബന്മാരാരാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എഴുന്നള്ളുന്നെന്ന് അറിഞ്ഞ് അത് മിസ്സായി. പിന്നെ ഒരു തവണ എല്ലാം റെഡിയായി, ലീവ് റെഡിയായി, പിന്നെ മറ്റേ ഇത് ഈ പറഞ്ഞ എല്ലാം റെഡിയായി. പക്ഷേ ഭയങ്കര മഴയും, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ഭയങ്കര കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ വന്നു, അതും മിസ്സായി. പിന്നെ 3ാമത്തെ തവണ ഒപ്പിച്ച് ഞങ്ങൾ പോയി, കാറിലാണ് പോയത്. കൊല്ലത്തു നിന്ന് ഏതാണ്ട് 380 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ ശരിക്കും ഷോർട്ടസ്റ്റ് റൂട്ട്. പക്ഷേ അത് വഴി മോശമാണെന്ന് പറഞ്ഞിട്ട് മോൻ്റെ തീരുമാനപ്രകാരം ഏതാണ്ട് 430 കിലോമീറ്റർ ചുറ്റിയാണ് ഞങ്ങൾ രാമേശ്വരത്ത് ചെന്നത്. അത് 2023 ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ ദിവസമാണ് ഞങ്ങൾ ബലിയിട്ട് 22 തീർത്ഥക്കിണറിൽ കുളിക്കുന്നത്. കടലിനോട് ചേർന്നാണ്, കടലിൻ്റെ തീരത്താണ് ആ ക്ഷേത്രം. പക്ഷേ ആ 22 തീർത്ഥക്കിണറിൽ
ഉപ്പ് രസം ഇല്ലെന്നുള്ളതാണ് ഏറ്റവും ഘനഗംഭീരമായ അത്ഭുതം. കടലിനോട് ഏതാണ്ട് തൊട്ടടുത്താണ്, പക്ഷേ ആ കിണറ്റിലെ വെള്ളം പരിശുദ്ധമാണ്. എന്തായാലും നമ്മൾ ചെയ്തു. 2023 ഡിസംബർ 25 ബലിയിട്ടു, തീർത്ഥക്കിണറിൽ കുളിച്ചു. 26 തിരിച്ചു വന്നു. 27 അവൻ കമ്പനി ചെന്നപ്പോൾ അവിടെ സെലിബ്രേഷനാണ്, ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പാട്ട് പാടി കയറിമുട്ടി. 1 മാസം അവനെ നടത്തിച്ചു പെൺകുട്ടി. എന്നിട്ട് അവസാനം അക്സെപ്റ്റ് ചെയ്തു. ജാതി വ്യത്യാസമാണെങ്കിലും അവർ പെൺകുട്ടിയുടെ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ച് സന്തോഷത്തോടെ അത് വിവാഹം നടത്തി. നോക്കുക, അതായത് ഞങ്ങൾ 3 വർഷമായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്തത് രാമേശ്വരത്ത് പോയി തിരിച്ചു വന്ന് ഉടനെ നടന്നു. ഓക്കെ. അതുപോലെ എപ്പോഴും ഒരേ അമ്പലത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. പല അമ്പലങ്ങൾ, പല പള്ളികളിൽ നമ്മൾ പോവുക. നമ്മുടെ സമയവും അതിൻ്റെ കറക്റ്റ് ട്രാക്കിൽ ഉള്ള ആരാധനാലയവും ഒത്തുകിട്ടുമ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. 16 മിനിറ്റായി നിന്ന് 6 മിനിറ്റ് കൂടുതലെടുത്തുനിന്ന്. അപ്പോൾ സംഭവം ഇതാണ്, ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം വരുന്ന ക്ഷേത്രങ്ങളും പള്ളികളും നമ്മൾ പറ്റുമെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ കുടുംബത്തോടെ തന്നെ പോവുക, പ്രാർത്ഥിക്കുക. ഏത് നടക്കാത്ത കാര്യം നടക്കും. അത് പലതും മാറി 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 പരീക്ഷിക്കുക. ഏതെങ്കിലും ഒരു ക്ഷേത്രം മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. എല്ലാ ക്ഷേത്രങ്ങളെയും പള്ളികളെയും നമ്മൾ ആദരിക്കുക. അതായത് നമ്മുടെ അഹങ്കാരങ്ങൾ, നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ എന്തോ വലിയ ആളാണെന്നൊക്കെയാണ് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത്. അഹങ്കാരമൊക്കെ മാറ്റി ഗുരുവായൂരൊക്കെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്ന് രക്ഷപ്പെട്ടത്. ഓക്കെ, എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് ഒരുപാട് നേരം എടുത്തു. ഓക്കെ, ഇന്നലെ വളരെയധികം നീളത്തിലുള്ളൊരു വീഡിയോ ചെയ്തു. അത് എനിക്കറിയാമല്ലോ നീളം വരുമെന്ന്. എന്തായാലും 10 മിനിറ്റിൽ കുറച്ച് ഉള്ള വീഡിയോയ്ക്കൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. നീളം കൂടുതലുള്ള വീഡിയോയ്ക്കൊന്നും ആരും ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. അതുകൊണ്ട് 10 മിനിറ്റിൽ ഒതുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ പലപ്പോഴും നടക്കാറില്ല. എനിവേ, ഭാഗ്യം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.